നാളെ വൈകിട്ടാണ് ഫ്ലൈറ്റ്. 6:30. 2 ദിവസം ഞാൻ തനിച്ചായി. ആ 2 ദിവസം നിനക്ക് ആരോടും വഴക്കിടണ്ടല്ലോ. ഹരി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്നോട് വഴക്കൂടുമ്പോഴല്ലേ, അതുകൊണ്ടാ. ആ നീ ലൈറ്റ് അണയ്ക്ക്. എന്നോട് ഹരിക്ക് ഒന്നും പറയാനില്ലേ? ഇത്രയും നേരം നമ്മൾ സംസാരിക്കല്ലായിരുന്നോ? ഉവ്, ഞാൻ കണ്ടു. ആ ട്രീസ് വിളിക്കുമ്പോ എന്തൊരു ഉത്സാഹ ഹരിക്ക്. മീര, നിനക്കെന്താ? ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ജോബ്. എനിക്കറിയാം, ഹരിക്ക് എപ്പോഴും ഓഫീസ്, ജോബ്, ഫ്രണ്ട്സ്. ഇവിടെ ഇങ്ങനെ ഒരാള്. എന്ന് നിനക്കുള്ള രോഗം ഇത്. ഒരു തരം സംശയം. ബെഡിൽ വരുമ്പോ ഉള്ള മൂടൂടെ കളയും. വെൽ, ടിഷ്യൂ നെറ്റ് മെറ്റീരിയൽ തന്നെ വേണമെന്നാണോ അവരുടെ ആവശ്യം? യാ, ഇറ്റ് ലുക്സ് ഹോട്ട്. കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഇതാ ഭ്രമം. ഇൻസൈഡ് പീസ് ഗോൾഡൻ അല്ലോ, ബ്രൊക്കേഡ് കൊണ്ട് നന്നായിരിക്കും. യോക്ക് സെയിം കളർ. കുഴപ്പമില്ല. ഇതുപോലൊരു പാറ്റേൺ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളല്ലേ? അതെ, പക്ഷെ അത് എവിടെയാണ് വച്ചതെന്നും ഞാൻ മറന്നുപോയി. എന്താടി പിന്നെ ഒരു മറവി? സെന്റി കഥയുമായി പിന്നെ ആരെങ്കിലും വന്നോ? അല്ല, ആരെന്തു പറഞ്ഞാലും അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണല്ലോ നീ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഓ, ആ സ്വഭാവം കുഴപ്പമാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നീ മറന്നു വെച്ചത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എന്ത് പറ്റിയടാ? എന്റെ കൈ പോയോ? നിങ്ങൾ മേരെ പിടിക്കാൻ സൂക്ഷിച്ചു. നിങ്ങൾ മേരെ താഴേക്ക് കൊണ്ടുവാ, ഞാൻ വണ്ടി എടുക്കാം. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ. മീര, വേണ്ട വേണ്ട, ഞാൻ നോക്കാം. സർ, പിംപോങ് ചാറ്റിൽ നിന്ന്. ഇതെപ്പോഴാ ഫുഡ് പറഞ്ഞേ? ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയനെ. ഈ അവസ്ഥയിലോ? വേണ്ട, നല്ല ബോഡി പെയിൻ ഉണ്ടല്ലോ, തൽക്കാലം താൻ റെസ്റ്റ് എടുക്ക്. ഓ, ഞാൻ മറന്നുപോയി. ആ ട്രീസ വിളിച്ചിരുന്നു. ആ ട്രീസ എയർപോർട്ടിലെത്തിയോ? ഓക്കെ, ആ ശരി ശരി. ഹരി, ഇനി ഈ സമയം കളഞ്ഞ ഫ്ലൈറ്റ് മിസ്സാവും. ആ കുട്ടി വെയിറ്റ് ചെയ്യല്ലേ? ഞാൻ ശ്രമിച്ചതാ ഈ ട്രിപ്പിൽ നിന്ന് ഒഴിവാകാൻ. നിന്നെ ഈ അവസ്ഥയിൽ തനിച്ചാക്കി പോകാനുള്ള മടികൊണ്ടാ. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല, ഹരിയൊന്നും കഴിച്ചില്ലല്ലോ. കഴിക്കുന്നതൊക്കെ ഇനി ഫ്ലൈറ്റിൽ നിന്നാവാം. പോയിട്ട് വരട്ടെ. ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമാടോ ശിവരാമ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടാവുമെന്ന് അവർ വിശ്വസിക്കുന്നു. പിന്നെ അവരുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ പോലീസ് കയറി നിരങ്ങുന്നുണ്ടെന്നുള്ള പേരുദോഷം ഉണ്ടാവില്ലല്ലോ. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് സർ. സാഗറും ഇതൊക്കെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ കാണാതായിരിക്കുന്ന പെൺകുട്ടി ഹിമ പ്രഥമ ദൃഷ്ടിയാൽ രൂക്ഷമായ ചില സാമ്പത്തിക പ്രശ്നങ്ങളിലായിരുന്നു അല്ലേ? അതെ, പ്രശ്നങ്ങളും സംഘർഷങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അപൂർവൻ ചിലരെങ്കിലും ഇത്തരം തിരോധന നാടകം സൃഷ്ടിക്കാറുണ്ട്. ഓക്കെ, ക്രിമിനോളജിയിൽ ഡോക്ടറേറ്റ് നേടാൻ ശ്രമിക്കുന്ന ശിവരാമന്റെ ഒബ്സർവേഷൻ ഞാനായിട്ട് തള്ളുന്നില്ല. ഹിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നമുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അവളെ കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യതയില്ലേ? അല്ല, എന്റെ ഒരു സംശയമാണ്. സർ, ഒരാളെ കിഡ്നാപ്പ് ചെയ്താൽ ചുരുങ്ങിയ ദിവസത്തിനകം അവരുടെ ആവശ്യമായി ആ കിഡ്നാപ്പ് രംഗത്ത് വരില്ലേ? അതും ശരിയാണ്. എന്തായാലും ഈ കേസിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്ത് സഹായത്തിനും ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. വൺ മിസ്റ്റർ മനോഹരൻ. അയാളിപ്പോ എത്തും. പിന്നെ മനോഹരനോട് ഈ പ്രശ്നം നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആള് വളരെ ബ്രില്യന്റാ. May I come in, sir? Yes, coming.
ഹാ, പറഞ്ഞതേ ഉള്ളൂ, ആളിങ് എത്തിക്കഴിഞ്ഞു. മനോഹര, ഇത് വിജിലൻസ് ഡിവൈഎസ്പി മിസ്റ്റർ ശിവരാമൻ. സർ. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. താങ്ക് യു സർ. ഐ വിൽ ടേക്ക് ലീവ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ആ സച്ചിൻ, പ്ലീസ് സിറ്റ് ഡൗൺ. ഐ എം റിയലി സോറി. ഇന്നലെ രാത്രി വൈകിട്ടാണ് വന്നത്. കാര്യങ്ങളൊക്കെ വാച്ച്മാൻ പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? കുറച്ചു പെയിൻ ഉണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഇരിപ്പുണ്ട്, ഒന്ന് ചൂടാക്കിയാ മതി. അയ്യോ, ഇങ്ങനെ ഇരുന്ന ക്ഷീണം കൂടും. എഴുന്നേറ്റ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. ഞാൻ ചൂടാക്കി കൊണ്ടുവരാം. അത് വേണ്ട, സച്ചിൻ ഓഫീസിൽ പോകാനുള്ളതല്ലേ, ഞാൻ ചൂടാക്കി കഴിച്ചോളാം. തിരക്കും തിരക്കില്ലായ്മയൊക്കെ നമ്മൾ തന്നെയല്ലേ സൃഷ്ടിക്കുന്നത്. മീരയ്ക്കിപ്പോ ഒരാളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ആ ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. അയ്യോ അതല്ല സച്ചിൻ. മിണ്ടാതെ അവിടെ ഇരിക്കെ. ഫുഡ് റെഡി. ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്? മീര ഇരിക്കെ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നേ? സോസ് ഒഴിക്കട്ടെ? ഹാ. സച്ചിൻ കഴിച്ചോ? സച്ചിന് കുക്ക് ചെയ്യാൻ അറിയാമോ? പിന്നെ ഭക്ഷണം ചൂടാക്കാൻ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ എടുത്തിരിക്കുകയല്ലേ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. സച്ചിന് കല്യാണം കഴിക്കണ്ടേ? പഠിച്ചു തീർക്കാനാവാത്ത വലിയൊരു ഗ്രന്ഥപുരയാണ് പെണ്ണ് എന്നാണ് പറയുന്നത്. വയ്യാത്ത പണിക്ക് ഞാനില്ലേ. അയ്യോ, എന്താ മതിയാക്കിയത്? മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ, കുറച്ചുകൂടി കഴിക്കും മീര. മതി, വയറ് നിറഞ്ഞു. അതൊക്കെ അവിടെ വച്ചേക്ക്. എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. മെഡിസിൻസ് എവിടെയാ വെച്ചിരിക്കുന്നത്? ദേ അവിടെ. ആ